ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ നവനാൾ പ്രാർത്ഥനയുടെ 9ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ദിവസമുള്ള പ്രത്യേകമായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭയെ തമ്പുരാൻ്റെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മാർപ്പാപ്പായെയും കർദിനാൾമാരെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും എല്ലാ സന്യാസിനിമാരെയും എല്ലാ ആത്മായ പ്രേക്ഷിതരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ സമർത്ഥമായിട്ട് ഒഴുകിയിറങ്ങുവാൻ വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത ഒരിക്കൽ കൂടി നിറയപ്പെടുവാനായിട്ട് സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധനായ താതാ സെബസ്ത്യാനോസ് പുണ്യാത്മാവേ, പാദതാരിണയും മക്കളെ കാത്തിടണേ. ക്രിസ്തുവിൻ ധീരസാക്ഷി, വിശ്വാസ സംരക്ഷക, പാരിരും മാതൃകയേ, മധ്യസ്ഥമേകിടണേ. സുവിശേഷ ചൈതന്യത്തിൽ നിത്യം വളർന്നിടുവാൻ വന്ദ്യന പുണ്യദാതാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സുഹൃതം നീ സ്ഥിരമഹിമാവാം. ഭൂസ്വർഗങ്ങളിറങ്ങി സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും
പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സംഗസ്ഥിതനാം പിതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. നിങ്ങൾ കടന്നു പോതുപോൽ നിങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങ് കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. രാജ്യം ശക്തി മഹത്വങ്ങൾ കാവകമല്ലോ കർത്താവേ. ആമേനാമേനെന്നേക്കും. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേനാമേനവരതം. പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതി തന്നെ സ്ഥൂലമഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. സമൂഹം പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സർവനന്മകളുടെയും നിക്ഷേപമായ ദിവ്യീശോയെ, അത്യന്ത ഭക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി അങ്ങേ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. മഹത്വമുള്ള വേദസാക്ഷിയും തീഷ്ണത നിറഞ്ഞാൽമായ പ്രേക്ഷിതനുമായ വിസബസ്ത്യാനോസിനെ ഞങ്ങൾക്ക് മധ്യസ്ഥനായി നൽകിയതിനെ ഓർത്തങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നന്ദിഹീനരായ മനുഷ്യർ അങ്ങേ അളവറ്റ സ്നേഹത്തെ അവഗണിച്ച് അങ്ങേക്കെതിരായി തെറ്റ് ചെയ്തതിനെയും അങ്ങേ നാമത്തെ നിന്ദിക്കുന്നതിനെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. പാപികളുടെ മനസ്സാന്തരം ആഗ്രഹിക്കുന്ന ദിവ്യരക്ഷക, ഇതാ ഞങ്ങൾ അങ്ങേ പക്കലേക്ക് പിന്തിരിഞ്ഞു വരുന്നു. വഴിതെറ്റിയ ആട്ടിൻകുട്ടിയെ അന്വേഷിക്കുന്ന ദിവ്യയിടയ, ധൂർത്തനായ മകനെ വാത്സല്യത്തോടെ തഴുകുന്ന നല്ല പിതാവേ, ഞങ്ങളെ കൈവിടാതെ അങ്ങയുടെ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. നന്ദിഹീനരായി ഞങ്ങൾക്ക് വേണ്ടി തിരുഹൃദയം മുറിപ്പെടാൻ തിരുമനസ്സായ
അങ്ങേ സ്നേഹത്തെയും കരുണയും കുറിച്ച് പാപദുർഗുണങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധരാക്കി അങ്ങയെ മാത്രം സ്നേഹിപ്പാനും അങ്ങേക്ക് പ്രിയമുള്ള മക്കളായിരിക്കാനും കൃപ ചെയ്യണമേ. സ്നേഹപിതാവേ, വിസബസ്ത്യാനോസ് വഴിയായി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കരുണാപുരം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ വേദസാക്ഷിയും തിരുസഭയുടെ അഭിമാനവും വ്യാധികളെ നീക്കിക്കളയുന്നവനുമായി സെബസ്ത്യാനോസേ, അങ്ങേ മധ്യസ്ഥം വഴിയായി ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രസംഗത്താലും സന്മാതൃകളാലും അനേകം പേരെ സത്യസഭയിലേക്ക് ആനയിക്കുവാൻ തിരുമനസ്സായല്ലോ. ദൈവസന്നിധിയിൽ അങ്ങേക്കുള്ള പ്രത്യേകമായ മധ്യസ്ഥ ശക്തിയാൽ അങ്ങ് അനേകരെ ശാരീരികവും ആത്മീയമായ രോഗങ്ങളെ സുഖപ്പെടുത്തിയല്ലോ. പാപികളെങ്കിലും അങ്ങേ സഹായം അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ആത്മീയവും ശാരീരികമായ രോഗങ്ങളെ സൗഖ്യമാക്കുവാനും പ്രത്യേകമായി ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹം നടുവ്യക്തിപരമായ ആവശ്യം ഈ നിമിഷം സെബസ്ത്യാനോസ് വഴിയായി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രത്യേകമായ നിയോഗമായ പരിശുദ്ധ കത്തോലിക്ക സഭയെ ഒരിക്കൽ കൂടി ദൈവ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സാധിച്ചു കിട്ടുന്നതിന് അങ്ങയുടെ ശരീരത്തിൽ തുളച്ചു കയറിയ അമ്പുകളുടെ യോഗ്യതയാൽ പരമകാരുണികന്റെ മുൻപിൽ അങ്ങ് മാധ്യസ്ഥം വഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഉച്ചത്തിലേറ്റ് ചൊല്ലുക. ദൈവസന്നിധിയിൽ ഞങ്ങളുടെ മധ്യസ്ഥനായ സെബസ്ത്യാനോസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, തിരുസഭാ സംരക്ഷകനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ യോഗ്യതകളെ പരിഗണിച്ച് ആ വിശുദ്ധന്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങേ സഹായം ലഭിക്കുന്നതിനുള്ള കൃപ നൽകണമേ. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേ ഗണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേ ഗണമേ. ദൈവാത്മാവാം സകലേശ, ദിവ്യാനുഗ്രഹമേ ഗണമേ. പരിപാവനമാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേ ഗണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ച നാദിനു സമ്മോദം നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ.
ഉചിതമോ തിരുമാതൃകയാ കുരിശിൽ പാദപുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആനന്ദത്തിലുമല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യ കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനീതനായി വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിൺമലരെ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകവിനുന്നതിയാശകളും ധീരതയാർന്നു വെടിഞ്ഞവനെ വിനയത്തിൻ തിരുമാതൃകയായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലകിൻ മോഹനദീപം നീ, ധരയുടെ ശാശ്വത ലവണം നീ, മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി പാനു കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗ്ഗതലത്തുമഹോന്നതമോ നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, ഞങ്ങളിൽ കനിയണമേ. സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ, അങ്ങേ ദാസനായ സെബസ്ത്യാനോസിന് വണക്കം ചെയ്യുന്ന അങ്ങേ മക്കളുടെ ബലഹീനതകളെയും തെറ്റുകളെയും കൃപാപുറം നോക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മൂലം വന്നിരിക്കുന്ന കഷ്ടതകളെ നീക്കി സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നർബോന എന്ന നഗരത്തിൽ ജനിച്ച വീരോചിതമായ വിശ്വാസ്യത നയിക്കുകയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച അനേകായിരങ്ങളെ സത്യവിശ്വാസം ഉറപ്പിച്ച് കഠിനമായ പീഡകൾ സഹിച്ച് രക്തസാക്ഷി മുടിച്ചൂടിയ സെബസ്ത്യാനോസെ, പാപികളും രോഗികളുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സത്യവിശ്വാസം വ്യതിചലിച്ച് മന്ദജീവിതം നയിക്കുന്ന ഞങ്ങളുടെ ഉദാസീനത ഞങ്ങൾ മനസ്സിലാക്കുന്നു. പാപ സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുമാറി വിശ്വാസ്യത നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം അങ്ങയുടെ പ്രാർത്ഥന വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സാംക്രമിക രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിന് അനുഗ്രഹം അങ്ങ് വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാടിനെയും സാംക്രമിക രോഗങ്ങളിൽ നിന്നും അങ്ങേ മധ്യസ്ഥതയാൽ കാത്തു പരിപാലിക്കണമേ. പ്രത്യേകമായി ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹം നമ്മുടെ വ്യക്തിപരമായ ആവശ്യം സെബസ്ത്യാനോസ് വഴിയായി ദൈവത്തിരുസ്നെ സമർപ്പിക്കാം. അതുപോലെ പ്രത്യേകമായിട്ട് ഇന്നത്തെ നിയോഗമായ പരിശുദ്ധ കത്തോലിക്ക സഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരമപിതാവിന് ലഭിച്ചതെന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വരൂപനാം ദൈവത്തിൻ ദാസനെ പുണ്യാത്മാ സെബസ്ത്യാനോസേ, നിൻ പുണ്യപാദം വണങ്ങുന്നു ഞങ്ങൾ നന്ദിയോടെന്നും മോദാം. തിന്മയ്ക്കെതിരായി ധീരമായി പോരാടി മന്നേതിൽ മാതൃക നൽകി, വിശ്വാസം കാക്കുവാൻ രക്തസാക്ഷിയായി മർത്യർക്കു മാതൃകയായി, എന്നും മർത്യർക്കു മാതൃകയായി. സ്വാർത്ഥത വിട്ടെന്നും നേരെ കണ്ടെത്താൻ ഞങ്ങൾക്കു നീ തുണയാകൂ. സ്നേഹത്തിൻ ജീവിതം നിത്യം നയിക്കുവാൻ നൽവരമീകളെ താതായെന്നും നൽവരമീകളെ താതാ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാളത്തെ ശുശ്രൂഷകളുടെ അറിയിപ്പുകൾ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ശേഷം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. എല്ലാവരും മുട്ടുകുത്തി നിന്നുകൊണ്ട് തീക്ഷണമായിട്ട് ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുമല്ലോ. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എൻ സ്നേഹഗീതമാ എന്നേശുനാഥാ നീ. ആരാധന 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 ആരാധന. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കുമേ. സ്നേഹമേ ജീവനേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ ജീവനേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന ആരാധന
ചേർന്ന് ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആകയാൽ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ വസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നം നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ ഒരു മുദ്ര എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന പ്രധാന പുരോഹിതനായ ഈശോയെ പൗരോഹിത്യത്തിന്റെ മഹിമ അണിയിച്ചുകൊണ്ട് വിശിഷ്ടമായ വിളി നൽകി അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. എല്ലാ അഭിഷിക്തരെയും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ അഭിഷേകം ചെയ്താലും എന്ന് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാജകീയ വംശമേവ രാജാധിരാജന നവ്യഗാനം ആലപിക്കാം ഒന്നായി വാഴ്ത്തിടാം. ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. രാജകീയ വംശമേവ രാജാധിരാജന നവ്യഗാനം ആലപിക്കാം ഒന്നായി വാഴ്ത്തിടാം. പ്രഭാഷകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം ഇപ്രകാരം പറയുകയാണ്: ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അപ്പസ്തോലന്മാരുടെ ഗുരുവേ, ആധ്യാത്മിക അഭിഷേകത്താലും അഗ്നിയും സ്നേഹവുമായവനെ, അങ്ങേ ദിവ്യ ചൈതന്യത്താല് എല്ലാ വൈദികരെയും, കത്തോലിക്ക സഭയിലെ എല്ലാ വൈദികരെയും നിറയ്ക്കണമേ എന്ന് ഈ നിമിഷം തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനം പ്രിയമോടെ കൈവണങ്ങാൻ വരൂ. പൗരോഹിത്യ വംശമേവ പുണ്യനാമം വാഴ്ത്താം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചു, കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കുവാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് ഇത്. ഈശോനാഥ, മാർപ്പാപ്പായെയും എല്ലാ കർദിനാൾമാരെയും എല്ലാ മെത്രാന്മാരെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, വലിയ കൃപയാൽ അഭിഷേകത്താൽ അവരെ വഴി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അങ്ങയുടെ ഇരട്ടി അഭിഷേകത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങളെ എല്ലാ അധികാരികളെയും
നിറയ്ക്കണമേ എന്ന് ഈ നിമിഷം തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്തത്താലേ വീണ്ടെടുത്ത രക്ഷകനേശുവിൻ രക്ഷയേകും പുണ്യനാമം സർവരും വാഴ്ത്തുവിൻ. സക്കറിയായുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 23-ാം വാക്യം പറയുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് 10 പേർ ഒരു യഹൂദന്റെ മേലങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ, ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില്, വിവിധ ദേശങ്ങളില്, വിവിധ ഭാഷകളില് ആയിരിക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, പല പ്രത്യേകമായിട്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് വിവിധ ഭാഷക്കാരുടെ വിവിധ വംശജരുടെ ഇടയില് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും, ഞങ്ങളുടെ എല്ലാ സഹോദര വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, വലിയ കൃപയാൽ അഭിഷേകത്താൽ അവർ വഴി നടത്തുന്നുവല്ലോ. ഈശോയെ, ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നീ ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ഇരട്ടി കൃപയാൽ അഭിഷേകത്താല് വീണ്ടും അവരെ നിറയ്ക്കണമേ എന്ന് തീക്ഷ്ണമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സ്വരൂപിനെ നിത്യവും വാഴ്ത്തിടാം. പ്രഭാഷകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം 4-ാം വാക്യം പറയുകയാണ്, വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ ശുദ്ധീകരിച്ചു, എല്ലാ ജനതകളുടെ ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു, തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് പ്രതിസന്ധികൾ, വേദനകൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. വേദനിക്കപ്പെടുന്ന കത്തോലിക്ക സഭയെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. മതപീഡനങ്ങളുടെ പേരിൽ വേദനിക്കുന്നവരുണ്ട്, വിശ്വാസത്തിന്റെ പേരിൽ മർദ്ദനമേൽക്കുന്നവരുണ്ട്, തകർന്നു പോകുന്നവരുണ്ട്. അവരെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. ഈശോനാഥ, അവർക്കെല്ലാം ആശ്വാസം നൽകണമേ എന്ന് ഈ നിമിഷം തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സംഖ്യയുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും സമൂഹത്തിന്റെ മുൻപിൽ നിന്ന് സേവനം അനുഷ്ഠിക്കുവാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? ഈശോനാഥ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ ധർമ്മം അതിന്റെ 100% വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അങ്ങയുടെ തിരുസന്നിധിയില് ആയിരിക്കാനായിട്ട് അങ്ങ് പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ജനത്തിന്റെ ഇടയില് ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ വലിയ മൂല്യത്തെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാനുള്ള കൃപ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും എല്ലാ അൽവായ പ്രേക്ഷിതർക്കും പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് നാളിന്ന് വരെ നീ നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോനാഥ, തുടർന്നും ഞാനെല്ലാം മറിച്ച് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്ന മനോഭാവത്തോടു കൂടി ജീവിക്കുവാനുള്ള വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ എന്ന് തീക്ഷ്ണമായിട്ട് നിമിഷം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടാം.
ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും, എന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ ജനം സംതൃപ്തരാകും. കർത്താവ് അരുളി ചെയ്യുന്നു. ഈ നിമിഷം ഇരു കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്ന്, ഇടവകളിൽ നിന്ന്, ദേശത്തു നിന്ന്, രാജ്യത്ത് നിന്ന് ധാരാളം സന്യാസ വിളികള്, ദൈവ വിളികള്, സന്യാസിമാരാകാൻ, സന്യാസിനിമാരാൻ, അച്ഛന്മാര് സിസ്റ്റേഴ്സുമാകാനായിട്ട്, ആത്മായ പ്രേക്ഷിതരാകുവാനായിട്ട്, വചനത്തിന് സാക്ഷികളാകുവാനായിട്ട് ധാരാളം ദൈവ വിളികൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മാതാപിതാക്കന്മാർ ദീക്ഷമായിട്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾ ഒരാൾ ദൈവവിളി സ്വീകരിച്ച് കടന്നു വരുന്നതിന് കൃപയ്ക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഒരിക്കൽ കൂടി പരിശുദ്ധ കത്തോലിക്ക സഭയെ ദൈവ തിരുസന്നിധി, ദിവികാര സന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ സഭയുടെ മക്കളാണ്. തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുകയും വിവിധ ദേശങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നവരുണ്ട്. വിവിധ ദേശങ്ങളിൽ തങ്ങൾക്കുള്ള സകലതിനെ ഉപേക്ഷിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരുണ്ട്. വളരെ പ്രത്യേകമായിട്ട് ഗൾഫ് രാജ്യങ്ങളിലായിരിക്കുന്നവര്, ആഫ്രിക്കൻ രാജ്യങ്ങളിലായിരിക്കുന്നവര്, ജർമ്മനിയുടെയും ഇറ്റലിയുടെയും വിവിധ പ്രദേശങ്ങളിൽ, ഇസ്രായേലിലൊക്കെ ആയിരിക്കുന്നവര്, സഭാ നേതൃത്വത്തിന് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവര്, പ്രത്യേകിച്ചും സൗദി അറേബ്യയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രൊവിൻസുകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാളിന്ന് വരെ വഴി നടത്തിയ തമ്പുരാന് നന്ദി പറയുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ നിറവിടമാം തിരുനാമം വാഴ്ത്തിടുവിൻ.
ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ 9 ദിവസത്തെ നൊവേന ഇവിടെ അവസാനിക്കുകയാണ്. നവനാൾ നൊവേന. നാളെ ആയിരിക്കും നമ്മുടെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ സഘോഷം നാം കൊണ്ടാടുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കും. 1 മണിക്ക് പ്രസേന്തി വാഴ്ച, തുടർന്ന് 1:30 മണിക്ക് ആഘോഷപൂർവമായ തിരുനാൾ ബലിയർപ്പണം. നാളത്തെ ദിവസം നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺസൺ ചാലക്കൽ അച്ഛനായിരിക്കും. ബലിയർപ്പിച്ച് നമുക്ക് വചന ശുശ്രൂഷ നൽകുന്നത്. തുടർന്ന് ലതീഞ്ഞ്, അതിനുശേഷം ദീപികാരുണ്യ ആരാധന, സമാപന ആശീർവാദം. നാളത്തെ ശുശ്രൂഷകളിൽ ഏറ്റവും ഭക്തിയോടുകൂടെ പങ്കെടുക്കുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുമല്ലോ. അതോടൊപ്പം തന്നെ പ്രസിദ്ധികളൊക്കെ ആകുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ, പ്രസിദ്ധികളായിട്ടുള്ളവരൊക്കെ പേരുകൾ എനിക്ക് നാളെ രാവിലെ 8 മണിക്ക് മുൻപായിട്ട് അയച്ചു തരുവാനായിട്ട്, വാട്സപ്പിലൂടെ അയച്ചു തരുവാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ ആരെങ്കിലുമൊക്കെ ആകുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവരും പേരുകൾ എനിക്ക് അയച്ചു തരിക. 8 മണിക്ക് ശേഷം ആരുടെയും പേരുകൾ സ്വീകരിക്കുന്നില്ല. 8 മണിക്ക് ശേഷം പേരുകൾ എഴുതാൻ തുടങ്ങും. അതുകൊണ്ടാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കുക, എല്ലാവരും അതിൽ പങ്കെടുക്കുവാനായിട്ട് തീക്ഷണമായിട്ട് പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ പ്രസിദ്ധികളൊക്കെ ആകുന്നവർ ഒരു കാര്യം ചെയ്യണം. അവർ ഒരു തിരിയൊക്കെ വാങ്ങിച്ച് കയ്യിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ യൂണിറ്റ് കോർഡിനേറ്റേഴ്സ് ആ തിരികളൊക്കെ അറേഞ്ച് ചെയ്തവർക്ക് കൊടുക്കുക. പ്രസിദ്ധ വാഴ്ചയുടെ സമയത്ത് നിങ്ങളുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും ആ തിരി കത്തിച്ച് പിടിക്കാൻ പറയുന്ന സമയത്ത് കത്തിച്ച് പിടിച്ച് ആയിരിക്കുവാനായിട്ട് ഒക്കെ ആയിട്ട് എല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യുക. നാളത്തെ ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയാകുന്നതിന് വേണ്ടിയിട്ട് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുക. പ്രത്യക്ഷമായിട്ട് പ്രാർത്ഥിക്കാൻ, അതോടൊപ്പം തന്നെ ലിങ്കുകളൊക്കെ അയച്ചു തരുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പരിശ്രമിക്കുക. നാളെ ബലിയർപ്പണമുണ്ട്. സെബസ്ത്യാനോസിൻ്റെ പ്രാർത്ഥനയാണെന്നുള്ള വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ദിവ്യബലിയാണെന്നുള്ള കൂടി എല്ലാവരെയും അറിയിക്കുവാനായിട്ട്, നിങ്ങൾ സ്വദേശത്തുള്ളവരും വിദേശത്തുള്ളവരൊക്കെ നിങ്ങളുടെ ബന്ധുജനങ്ങളോടൊക്കെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പറയുക. നിങ്ങൾക്ക് സാധിക്കുന്നത്ര നേരത്തെ ലിങ്ക് ലഭിക്കാനായിട്ട് പരിശ്രമിക്കും, ലീഡേഴ്സിലേക്ക് എത്തിക്കും. അപ്പോഴത് പ്രത്യേകമായിട്ട് ഓർക്കുക. 8 മണിക്ക് മുൻപ്, നാളെ രാവിലെ 8 മണിക്ക് മുൻപ് എല്ലാവരും ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ പേരുകൾ അയച്ചു തരിക. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ നൊവേന കൂടുന്നത് കൊണ്ടാണ് പറയുന്നത് 8 മണി എന്ന് വച്ചിരിക്കുന്നത്. അതിനുശേഷം അയച്ച് സ്വീകരിക്കുന്ന അല്ല എന്നുകൂടി പ്രത്യേകം അറിയിക്കുന്നു. സമാപന ആശീർവാദത്തിനായി നമുക്ക് കാര്യങ്ങളൊക്കെ ഒപ്പാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രാർത്ഥനകൾ ഈ രാത്രി നമുക്ക് വലിയ സംരക്ഷണം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാര്യങ്ങളൊക്കെ കൂപ്പി നമുക്ക് കുരിശ് വരച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോതന്റെ സത്യസഹദയാകും വന്യ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നവ്യമാം സദ്വാർത്ത തൻ ധീരനാം സാക്ഷിയായി രാജസദസ്സിലതും നാഥനെ ഘോഷിച്ചു നീ. സർവാംഗം നീ രക്താഭിഷിക്തനായി കൈകളെയ്തു വിട്ടോ അമ്പുകളൊന്നൊന്നായി നാഥനോടുള്ള സ്നേഹ ഏറ്റു നീ ധീരനായി. മാറാത്ത
സഹദയാകും വന്യ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.